നമസ്കാരം. ഇന്ന് ഷെയർ ചെയ്യുന്നത് റസ്കിൻ്റെ റെസിപ്പിയാണ്. ഇത് എഗ്ലെസ് റസ്ക് ആണ്. നമ്മളിത് സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ടാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഇതിനു മുമ്പ് ഞാൻ റസ്കിൻ്റെ റെസിപ്പി ഷെയർ ചെയ്തിരുന്നു. അത് എഗ്ഗ് ചേർത്തിട്ട് ഓവനിൽ ബേക്ക് ചെയ്തെടുക്കുന്നതായിരുന്നു. അപ്പോൾ അതിലും കുറച്ചും കൂടി സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുക നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ മുമ്പ് ചെയ്തിട്ടുള്ള റസ്കിൻ്റെ റെസിപ്പി ആണെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ സ്റ്റൗ ടോപ്പിൽ ചെയ്തെടുക്കാം. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമുക്ക് ഇതിലേക്കുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ച് മാറ്റി വയ്ക്കണം. അപ്പോൾ ആദ്യം ഞാൻ ഇതുപോലെ ഒരു അരിപ്പ വെച്ചിട്ടുണ്ട്. അപ്പോൾ അലുമിനിയം ഫോയിലിലേക്കാണ് അരിച്ചെടുക്കുന്നത്. ഇത് 2-3 പ്രാവശ്യം നമുക്ക് അരിച്ചെടുക്കണം. അതുകൊണ്ടാണ് അലുമിനിയം ഫോയിലിൽ അരിച്ചെടുക്കണേ. അപ്പോൾ കുറച്ചും കൂടി എളുപ്പമാണ് അരിച്ചെടുക്കുകയാണെങ്കിൽ. ഇനി ഇതിലേക്ക് ആദ്യം ചേർത്ത് കൊടുക്കുന്നത് 1/2 കപ്പ് ഗോതമ്പ് പൊടിയാണ്, 1/4 കപ്പ് അരിപ്പൊടി, നമ്മുടെ സാധാരണ വറുത്ത് വെച്ചിരിക്കുന്ന അരിപ്പൊടി. ഇനി വേണ്ടത് 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ്. പാൽപ്പൊടി ചേർത്ത് കൊടുത്തു. റസ്കിന് ഇത്തിരി കളർ കിട്ടാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ കടലമാവ് ചേർക്കുന്നുണ്ട്. ഇനി ചേർക്കുന്നത് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ്. ഇനി ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു 2-3 പ്രാവശ്യം ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കണം. ഏലക്കാപ്പൊടി വേണ്ടവർക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് അരിച്ചെടുക്കേണ്ട ആവശ്യമില്ല, അതുകൊണ്ട് ഞാനിപ്പോൾ ചേർക്കുന്നില്ല. ഇപ്പോൾ 3 പ്രാവശ്യം ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടവർക്ക് ഏലക്കാപ്പൊടി ഇപ്പോൾ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇനി ഞാനിതൊന്ന് മാറ്റി വയ്ക്കുകയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ വെറ്റ് ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്തെടുക്കണം. വെറ്റ് ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്തെടുക്കാനായിട്ട് ആദ്യം ഒരു ബൗൾ എടുക്കുക. ആദ്യം ചേർത്ത് കൊടുക്കേണ്ടത് ബട്ടറാണ്. ഇതിപ്പോൾ 1/4 കപ്പ് ബട്ടറാണുള്ളത്. റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഈ ബട്ടർ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വിസ്ക് ഇല്ലെങ്കിൽ ഫോർക്ക് വെച്ചിട്ടോ തടിത്തവി വെച്ചിട്ടോ ഇങ്ങനെ ആക്കി എടുത്താൽ മതി. ബട്ടറിന് പകരമായിട്ട് 1/4 കപ്പ് ഓയിൽ ചേർത്താൽ മതി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കണം. 1/4 കപ്പ് ഷുഗറാണ് വേണ്ടത്. അപ്പം ഞാനിന്ന് ശർക്കരപ്പൊടിയാണ് ചേർക്കണേ. അപ്പം അതിൽ കട്ടകളുള്ളത് കൊണ്ട് ഒന്ന് അരിച്ച് ചേർക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇത് കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. 1/4 കപ്പിനേക്കാളും അരിച്ച് വരുമ്പോൾ എന്തായാലും കുറച്ച് മാറ്റേണ്ടി വരും. അതുകൊണ്ടാണ് നന്നായിട്ടൊന്ന് അരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ ശർക്കര അരിച്ച് ചേർത്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് തൈരാണ്. നല്ല കട്ട തൈര് വേണം ചേർക്കാനായിട്ട്. നിങ്ങളുടെ കയ്യിൽ വെള്ളമുള്ള തൈരാണെങ്കിൽ കുറച്ച് നേരം മുമ്പ് അത് കുറച്ചെടുത്ത് ഒരു അരിപ്പയിലൂടെ അരിച്ച് വെക്കുക. അപ്പോൾ അതിലത്തെ വെള്ളമൊക്കെ പോയതിന് ശേഷം വേണം നമ്മൾ ചേർത്ത് കൊടുക്കാൻ. ഇതിപ്പോൾ 1/4 കപ്പ് തൈരാണ് ചേർക്കണേ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ മുട്ടയ്ക്ക് പകരമാണ് തൈര് ചേർത്ത് കൊടുക്കണേ. ഇപ്പോൾ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വെച്ചിരുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ചുക്കുപൊടിയാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് ഏലക്കാപ്പൊടിയോ അല്ലെങ്കിൽ വാനില എസൻസോ ഏത് ഫ്ലേവറാണ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ചേർത്താൽ മതി. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ അരിച്ച് വെച്ച ആ ഫ്ലോർ മിക്സിൽ ചേർത്ത് അരിച്ചെടുത്താലും മതി. ഇനി ഇതിലേക്കാണ് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെയായിട്ട് ചേർത്ത് മിക്സ് ചെയ്തെടുക്കേണ്ടത്. ഇതിനായിട്ട് ഇതുപോലെ ഒരു സ്പാച്ചുല അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കയ്യിൽ കൊണ്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമ്മളിതുപോലെ ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. മിക്സ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ കുറേശ്ശെയായിട്ട് പൊടി ചേർത്ത് കൊടുത്തിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം ഒന്ന് ടൈറ്റായിട്ടാണ് ഇരിക്കണേ. അപ്പോൾ നമുക്ക് ഒന്ന് കേക്ക് ബാറ്റർ മാതിരി ഇത്തിരി ലൂസാക്കി എടുക്കാനായിട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അത്യാവശ്യം തിക്കായിട്ടുള്ള ബാറ്ററാണ് നമുക്ക് വേണ്ടത്. കേക്ക് പോലെ അത്ര ലൂസാക്കി എടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ 1 ടേബിൾ സ്പൂൺ പാല് ചേർത്ത് കൊടുത്താൽ മതി. ഇത്തിരി ഒന്ന് ലൂസായി വന്നു. ഇനി നമുക്കിത് ബേക്കിംഗ് ടിന്നിലേക്ക് മാറ്റി ബേക്ക് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ബേക്കിംഗ് ടിൻ എടുത്തിട്ട് അതൊന്ന് ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം.
ബട്ടറോ ഓയിലോ ഏതാണെങ്കിൽ കയ്യിൽ എടുത്ത് കുറച്ച് ഇതിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അടിയിൽ പിടിക്കാതിരിക്കാനാണ് ചെയ്യണം. ഇങ്ങനെ എല്ലായിടത്തേക്കും ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് ഗോതമ്പ് പൊടി എടുത്തിട്ട് ഒന്ന് തൂകി കൊടുക്കണം. ഗോതമ്പ് പൊടി ഇതുപോലെ കുറച്ച് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം തട്ടിക്കൊടുക്കുക. എല്ലായിടത്തും ഇതുപോലെ ഗോതമ്പ് പൊടി എത്തണം. നന്നായിട്ടൊന്ന് തട്ടുക. എല്ലാ സൈഡുകളിലും തട്ടിയെടുക്കണം. ബാക്കിയുള്ളത് നമുക്ക് കളയാം. ഇങ്ങനെയാണ് കേക്ക് ടീൻ പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെ എല്ലാ സൈഡിലും നന്നായിട്ട് തട്ടിയെടുക്കുക. അപ്പോൾ പൊടി നമ്മൾ ബട്ടർ തേച്ചിട്ടുള്ളത് കൊണ്ട് പൊടി അവിടെ പിടിച്ചിരുന്നോളും. നമ്മുടെ കേക്ക് അടി പിടിക്കില്ല. നമ്മുടെ ബാറ്റർ ചേർത്ത് കൊടുക്കാം. ബാറ്റർ അത്യാവശ്യം സ്റ്റിക്കി ആയിരിക്കും. സാധാരണ കേക്ക് ബാറ്റർ പോലെയല്ല. ചേർത്ത് കൊടുക്കാം. എന്നിട്ട് പതുക്കെ ഇതുപോലെ പ്രസ് ചെയ്തെടുത്താൽ മതി. ആദ്യം നമ്മളിത് കേക്ക് ബേക്ക് ചെയ്തെടുക്കണം. കേക്ക് ബേക്ക് ചെയ്തെടുത്തതിന് ശേഷം അതാണ് നമ്മൾ പിന്നീട് റസ്കാക്കി മാറ്റുക. ഇതുപോലെ എല്ലായിടത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കേക്ക് ബാറ്റർ ആണെങ്കിൽ കുറച്ചും കൂടി ഒന്ന് ലൂസാവും. അത്ര ലൂസല്ല, ഇത്തിരി ടൈറ്റ് ബാറ്ററാണ് കിട്ടുക. ഓവനിൽ ബേക്ക് ചെയ്യേണ്ടവർക്ക് ഓവനിൽ ബേക്ക് ചെയ്യാം. 180 ഡിഗ്രിയിൽ ആദ്യം ഓവൻ പ്രീ ഹീറ്റ് ചെയ്യുക. അതിനുശേഷം ഒരു 25 to 30 മിനിറ്റ്സ് എടുക്കും ബേക്ക് ചെയ്ത് വരാനായിട്ട്. ഇനി നമുക്ക് ഇന്ന് സ്റ്റൗ ടോപ്പിൽ ബേക്ക് ചെയ്തെടുക്കാം. കടായിൽ ബേക്ക് ചെയ്യാനായിട്ട് ഞാൻ ഇതുപോലെ ഉപ്പ് ചേർത്ത് കൊടുത്തിരുന്നു കടായിൽ. ഇത് നന്നായി ചൂടായിട്ടുണ്ട്. ഉപ്പ് ഞാൻ മുൻപും ബേക്കിങ്ങിന് യൂസ് ചെയ്തിരുന്ന ഉപ്പാണ്. അപ്പോൾ നമ്മൾ ഓരോ പ്രാവശ്യം ബേക്ക് ചെയ്ത് കഴിയുമ്പോൾ ആ ഉപ്പ് എടുത്ത് വെച്ചാൽ മതി. എത്ര പ്രാവശ്യം വേണമെങ്കിലും റീയൂസ് ചെയ്യാം. ഇതിപ്പോൾ 1 കപ്പ് ഉപ്പാണ് ചേർത്ത് കൊടുത്തത്. അതിനുശേഷം ഈ പാത്രം ഒന്ന് ചൂടാക്കിയെടുത്തു. ഇനി ഇതിലേക്ക് ഒരു സ്റ്റാൻഡ് വെച്ച് കൊടുക്കണം. സ്റ്റാൻഡ് ഇല്ലാത്തവരാണെങ്കിൽ ഒരു പാത്രം കമഴ്ത്തി വെച്ച് കൊടുത്താൽ മതി. ഇത്തിരി ഹൈറ്റിൽ വേണം ഇതിരുന്നിട്ട് ബേക്ക് ആവാൻ, അല്ലെങ്കിൽ അത് അടി പിടിക്കും. അതിനാണ്. ഇനി ഇതിൻ്റെ മുകളിൽ ഒരു പാത്രം വെച്ച് കൊടുക്കുക. നമ്മൾ കേക്ക് വെച്ച് കൊടുക്കുക. ഇനി ഇത് അടച്ച് ബേക്ക് ചെയ്തെടുക്കണം. കേക്ക് വെക്കുന്നതിന് മുമ്പ് ഈ പാത്രം അടച്ചു വെച്ച് ഉപ്പിട്ടിട്ടൊന്ന് പ്രീഹീറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ഓൾറെഡി പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിരുന്നതാണ് 10 മിനിറ്റ്. അതിന് ശേഷമാണ് നമ്മളിപ്പോൾ കേക്ക് വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇതിനി ഒന്ന് ഹൈ ഫ്ലെയിമിലാണ് ഇപ്പോൾ പ്രീഹീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇരുന്നത് നമ്മൾ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റുക. മീഡിയം ഫ്ലെയിമിൽ നമുക്കൊന്ന് 25 മിനിറ്റ് കുക്ക് ചെയ്ത് നോക്കാം. അത് കഴിഞ്ഞിട്ട് ആയിട്ടില്ലെങ്കിൽ വീണ്ടും കുക്ക് ചെയ്യാം. അപ്പോൾ ആദ്യം 25 മിനിറ്റ് ഒന്ന് കഴിയട്ടെ. ഇത് ഞാൻ 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ചെക്ക് ചെയ്ത് നോക്കിയിരുന്നു. അപ്പോൾ ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വീണ്ടും വെച്ച് ബേക്ക് ചെയ്തു. ഇതിപ്പോൾ 40 മിനിറ്റ് ആയി. ഇപ്പോൾ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം കേക്ക് ആയിട്ടുണ്ടോ എന്നുള്ളത്. ആയിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് നമ്മൾ ഒരു കേക്ക് ഇതുപോലത്തെ ഒരു കത്തിയോ അല്ലെങ്കിൽ ഒരു ടൂത്ത് പിക്കോ വെച്ചിട്ട് നടുഭാഗത്ത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഇതുപോലെ ഒന്ന് കുത്തി നോക്കുക. അപ്പോൾ ആയിട്ടുണ്ടെങ്കിൽ കത്തി ക്ലീനായിട്ട് വരും. ഇതുപോലെ ഇതിപ്പോൾ ക്ലീനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് ബേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനി നന്നായി തണുത്തതിന് ശേഷം വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഈ പാത്രത്തിൽ നിന്ന് മാറ്റി വേറെ ഒരു പാത്രത്തിൽ വെച്ച് ഇത് തണുപ്പിച്ചെടുക്കണം. ഇനിയിപ്പോൾ കേക്കായിട്ട് കഴിക്കണം എന്നുള്ളവർക്ക് ഇപ്പോഴും കഴിക്കാം. ഇതിൽ നല്ല മധുരം കുറവായിരിക്കും. നമ്മളധികം മധുരം ചേർത്തിട്ടില്ല. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ചൂടാറി വരട്ടെ. നല്ല റൂം ടെമ്പറേച്ചറിലേക്ക് തന്നെ വരണം. എന്നാൽ മാത്രമേ ഇത് നമുക്ക് കട്ട് ചെയ്തിട്ട് വീണ്ടും ബേക്ക് ചെയ്ത് റസ്ക് ഉണ്ടാക്കാനായിട്ട് പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മളിതിനി കട്ട് ചെയ്യുമ്പോൾ അത് പൊട്ടി പോവും. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. റൂം ടെമ്പറേച്ചറിലായ ശേഷം മാത്രം വേണം നമ്മളിതെടുത്ത് കട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതൊന്ന് നന്നായി ചൂടാറി വരട്ടെ. കേക്ക് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. റൂം ടെമ്പറേച്ചറായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ ബ്രെഡ് ടിന്നുണ്ട് വെച്ചെങ്കിൽ ബ്രെഡ് ടിന്നിൽ വെച്ച് കറക്റ്റ് റസ്കിൻ്റെ ആ രീതിയിൽ കിട്ടും. ഇനി ഇത് നമുക്ക് ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഓവനിൽ ബേക്ക് ചെയ്യുന്നവരാണെങ്കിലും 2 സൈഡും മറച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു 160 ഡിഗ്രിയിൽ ഒരു 20 മിനിറ്റ്സ് ഒരു സൈഡ് ബേക്ക് ചെയ്യുക. കളറായിട്ടുണ്ടെങ്കിൽ മറച്ചിട്ടിട്ട് അപ്പുറത്തെ സൈഡും ഇതേപോലെ തന്നെ 160 ഡിഗ്രിയിൽ ഒരു 10 to 15 മിനിറ്റ്സ്. അപ്പോൾ നമ്മൾ ആവശ്യം വേണ്ട കളർ അനുസരിച്ചിട്ട് നമുക്ക് ഓഫ് ചെയ്യാം. ഇനി ഇത് സ്റ്റൗ ടോപ്പിൽ എങ്ങനെയാണ് ബേക്ക് ചെയ്തെടുക്കുക എന്ന് നോക്കാം. സ്റ്റൗ ടോപ്പിൽ ബേക്ക് ചെയ്യാനായിട്ട് ഇതുപോലെ ഒരു പ്ലേറ്റ് വെച്ച് കൊടുക്കുക. നിങ്ങളുടെ പാത്രത്തിൽ ഒതുങ്ങുന്ന പ്ലേറ്റോ ഏതാണെങ്കിലും വെക്കുക. എന്നിട്ട് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. ഇത് അടച്ച് വെച്ചിട്ട് ഇതിന് 15 മിനിറ്റ് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ബേക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഉണ്ടാക്കുന്ന റസ്കിൻ്റെ തിക്നെസ് അനുസരിച്ചിരിക്കും. നല്ല കട്ടി കുറവുള്ള റസ്ക് ആണെങ്കിൽ നിങ്ങൾ 10 മിനിറ്റൊക്കെ വെച്ചാൽ മതിയാവും. അപ്പോൾ നോക്കിയിട്ട് ചെയ്യുക.
ഇതിപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് പതുക്കെ മറച്ചിടാം. ഇതുപോലെ എന്തെങ്കിലും വെച്ച് മറച്ചിടുകയായിരിക്കും നല്ലത്. കൈ തൊട്ടാൽ നല്ല ചൂടായിരിക്കും. കണ്ടില്ലേ, ബ്രൗൺ കളറായിട്ടുണ്ട്. പതുക്കെ എല്ലാ സൈഡും ഇതുപോലെ മറച്ചിടണം. ഓവനിൽ വെക്കുന്നവരാണെങ്കിൽ 2 സൈഡും ഇതുപോലെ മറച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കണം. ഇതിപ്പോൾ ഞാൻ എല്ലാം നന്നായിട്ട് മൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോ വശം 4 വശവും മറിച്ചിട്ട് നമ്മൾ 10 മിനിറ്റ് വീതം മീഡിയം ഫ്ലെയിമിൽ ചൂടാക്കി എടുക്കുക. മറിച്ച് ഇട്ട് കൊടുത്താൽ മതി, കളർ വേണ്ടതിനനുസരിച്ചിട്ട്. അതിനുശേഷം നന്നായി ചൂടാറിയതിന് ശേഷമാണ് തണുത്ത് കഴിയുമ്പോൾ റസ്കിൻ്റെ ആ ടെക്സ്ചറിലേക്ക് കിട്ടുള്ളൂ. തണുക്കുന്നതിന് മുമ്പ് കഴിച്ചു നോക്കിയാൽ നല്ല തണുത്തിരിക്കുന്ന പോലെ ഉണ്ടാവും. അപ്പോൾ ഇതിപ്പോൾ നന്നായി തണുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ചൂടൊക്കെ കംപ്ലീറ്റ് ആറിയിട്ടുണ്ട്. ഞാൻ ഒരെണ്ണം പൊട്ടിച്ച് കാണിച്ചു തരാം. നിങ്ങളുടെ കയ്യിൽ ബ്രെഡ് ബേക്ക് ചെയ്യുന്നതുണ്ടെങ്കിൽ അതിൽ ബേക്ക് ചെയ്തെടുത്താൽ കറക്റ്റ് വീതിയിൽ കിട്ടും. കണ്ടില്ലേ, നല്ല ക്രിസ്പിയാണ്. അത്യാവശ്യം ബലമുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇനി ഇതുപോലെയുള്ള റെസിപ്പീസായിട്ട് ഞാൻ വരാം. അതുവരേക്കും നന്ദി, നമസ്കാരം.